الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് ഖല്ലാദ് ബിൻ അമർ ബിൻ ജുമൂർ അൻസാരി സഹാബിയായിരുന്നു. ബദരി സഹാബാക്കൾ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു.
അദ്ദേഹം തന്റെ പിതാവ് ഹസ്രത്ത് അമർ ബിൻ ജമൂർ, സഹോദരങ്ങൾ ഹസ്രത്ത് മആസ്, ഹസ്രത്ത് അബു ഐമൻ, ഹസ്രത്ത് മുഅവ്വസ് എന്നിവരോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ഹസ്രത്ത് അബു ഐമനെ സംബന്ധിച്ചിതും പറയപ്പെടുന്നു, അദ്ദേഹം സഹോദരനായിരുന്നില്ല. ഹസ്രത്ത് അമർ ബിൻ ജമൂർ അദ്ദേഹത്തിന്റെ പിതാവ് സ്വതന്ത്രനാക്കിയ അടിമയായിരുന്നു. ബദർ യുദ്ധത്തിനായി പുറപ്പെടുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ സൈന്യത്തോടൊപ്പം മദീനയുടെ പുറത്ത് ഒരു സ്ഥലം സുഖിയായുടെ അടുത്ത് തമ്പടിച്ചു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഖതാദ തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഖിയ മദീനയുടെ പുറത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അതിനടുത്ത് നമസ്കാരം നിർവഹിച്ചു. മദീന വാസികൾക്കായി ദുആ ചെയ്തു. ഹസ്രത്ത് അദീ ബിൻ അബി അസ്സവ്വ, ബസ്ബിസ് ബിൻ അമർ ഈ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുന്നിൽ ഹാജരായി. ആ തമ്പടിച്ച സമയത്ത് ചില നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ അമർ ബിൻ ഹറാമും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഹാജരായിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഇവിടെ താമസിച്ചത് സഹാബാക്കളുടെ എണ്ണം പരിശോധിക്കുകയും ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അതിനെ ഞങ്ങൾ സൽക്കർമ്മമായി കാണുന്നു. കാരണം ഞങ്ങളും, അതായത് ബനു സൽമ, അഹ്ലെ ഹുസൈക്ക എന്നിവരുടെ ഇടയിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയാണ് തമ്പടിച്ചത്. ഇസ്ലാമിന് മുമ്പുള്ള പഴയ കാര്യമാണ് വിവരിക്കുന്നത്. മദീനയുടെ പുറത്ത് സുവാബി എന്ന പേരുള്ള ഒരു പർവ്വതമുണ്ട്. ഹുസൈക്ക ഈ പർവ്വതത്തിന്റെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെ അധികമായി യഹൂദികൾ താമസിച്ചിരുന്നു. അതേ സ്ഥലത്ത് ഞങ്ങളുടെ ആളുകളുടെ ഹാജർ നില പരിശോധിച്ചിരുന്നു. യുദ്ധത്തിന് പ്രാപ്തരായിരിക്കുന്നവരെ അവർക്ക് അനുവാദം നൽകുകയും ആയുധമെടുക്കാൻ ശക്തിയില്ലാത്തവരെ അവരെ തിരിച്ചയക്കുകയും ചെയ്തു. പിന്നെ ഹുസൈക്കയിലെ യഹൂദികളുടെ അടുത്തേക്ക് പോയി. ആ സമയം ഹുസൈക്കയിലെ യഹൂദികൾക്ക് എല്ലാ യഹൂദികളുടെ മേലും ആധിപത്യമുണ്ടായിരുന്നു. ഞങ്ങൾ എപ്രകാരം വിചാരിച്ചുവോ അപ്രകാരം കൊല ചെയ്തു. വലിയ യുദ്ധം അവർ തമ്മിലുണ്ടായി. അതുകൊണ്ട് അവർ പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്കും വിശ്വാസമുണ്ട്. നാം ഖുറൈശികൾക്ക് എതിരായി വരുന്ന സാഹചര്യത്തിൽ ആ സമയം അള്ളാഹു താങ്കളുടെ കണ്ണുകൾക്ക് കുളിർമ പ്രദാനം ചെയ്യുന്നതാണ്. അതായത് അങ്ങേക്കും വിജയം ലഭിക്കുന്നതാണ്. എപ്രകാരമാണ് മുമ്പ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഹസ്രത്ത് ഖല്ലാദ് ബിൻ അമർ പറയുന്നു, വെളിച്ചം വന്നപ്പോൾ ഞാൻ ഹുർബയിലെ എന്റെ കുടുംബത്തിന് സമീപത്ത് പോയി. ഹുർബ അവിടെ ഒരു മുഹല്ലയുടെ പേരാണ്. അവിടെ മുസ്ലിങ്ങളുടെ വീടുണ്ടായിരുന്നു. എന്റെ പിതാവ് അമർ ബിൻ ജുമു പറഞ്ഞു, ഞാൻ വിചാരിച്ചത് നിങ്ങൾ പോയി കഴിഞ്ഞു എന്നാണ്. ആദ്യം വിവരിച്ച നിവേദനത്തിൽ അതിൽ എഴുതിയിരിക്കുന്നത് പിതാവായിരുന്നു അമർ ബിൻ ജുമുവിനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തുവെന്നാണ്. എന്നാൽ പിതാവ് പങ്കെടുത്തിരുന്നില്ല. മറ്റൊരു നിവേദനത്തിൽ നിന്നും ഇത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖിയായുടെ മൈതാനത്ത് ആളുകളെ പരിശോധിക്കുകയും എണ്ണം തിട്ടപ്പെടുത്തുകയുമാണ്. അപ്പോൾ അമർ ഇബ്നു ജുമു പറഞ്ഞു, എത്ര നല്ല സൽപ്രവൃത്തിയാണ്. അള്ളാഹുവിനെ കൊണ്ട് സത്യം, ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ യുദ്ധം മുതൽ കരസ്ഥമാക്കുമെന്നാണ്. മുശ്രിക്കീങ്ങളായ ഖുറൈശികളുടെ മേൽ വിജയവും കരസ്ഥമാക്കുന്നതാണ്. ഏത് ദിവസമാണ് ഞങ്ങൾ ഹുസൈക്കയോട് പോരാടാൻ പുറപ്പെട്ടത്, ഞങ്ങളും അവിടെ തന്നെയാണ് തമ്പടിച്ചിരുന്നത്. മുമ്പ് നിവേദനത്തിൽ വന്നിരുന്ന ആ പഴയ സംഭവം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. യഹൂദികളുമായി നടന്ന യുദ്ധത്തെക്കുറിച്ച് പറയുന്നു. ഹസ്രത്ത് ഖല്ലാദ് വിവരിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈക്ക എന്നതിന്റെ പേര് മാറ്റി സുഖയ്യ എന്ന് വെച്ചു. എന്റെ ഹൃദയത്തിൽ സുഖയ്യ ആ സ്ഥലം വിലക്ക് വാങ്ങാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ആ സ്ഥലം എന്നാൽ എനിക്ക് മുമ്പ് തന്നെ ഹസ്രത്ത് സാദ് ബിൻ അബി വക്കാസ് അത് 2 ഒട്ടകത്തിന്റെ വില നൽകി വാങ്ങിച്ചു.
മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ 7 ഓഖിയ, അതായത് 280 ദിർഹം മൂല്യം നൽകി വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഈ കാര്യത്തെക്കുറിച്ച് പറയപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, റബ്ബി ഹൽബിയ, അതായത് അദ്ദേഹത്തിന്റെ കച്ചവടം വലിയ ലാഭകരമാണ്. മറ്റൊരു സഹാബിയെ കുറിച്ച് പറഞ്ഞിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ഹസ്രത്ത് ഖല്ലാദും അദ്ദേഹത്തിന്റെ പിതാവും ഹസ്രത്ത് അമർ ഇബ്നു ജുമു. ഞാൻ പറഞ്ഞിരുന്നു, ബദർ യുദ്ധത്തിൽ പിതാവ് പങ്കെടുത്തിരുന്നില്ല. ഖല്ലാദ്, അദ്ദേഹത്തിന്റെ പിതാവ്, അമർ ഇബ്നു ജുമു, ഹസ്രത്ത് അബു ഐമൻ, ഇവർ 3 പേരും ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഈ 3 പേരും ഉഹദിൽ ഷഹാദത്ത് വരിച്ചു. അതായത് പിതാവും ഇദ്ദേഹത്തിന്റെ സഹോദരൻ അബു ഐമൻ, ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സഹോദരനും പിതാവും, ഈ 3 പേരും ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ പിതാവ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കാലുകൾക്ക് വൈകല്യമുള്ളതിനാൽ, ഒരു കാലിൽ വൈകല്യമുണ്ടായിരുന്നു, അതിൽ ബലഹീനതനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചു വരുന്നു ഹസ്രത്ത് ഖല്ലാദിന്റെ പിതാവ് ഹസ്രത്ത് അമർ ബിൻ ജുമുവിനെ സംബന്ധിച്ചു വരുന്നു. ബദറിന്റെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. അമറിന്റെ കാലുകളിൽ പ്രയാസമുള്ളതിനാൽ അദ്ദേഹത്തിന്റെ മക്കൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അള്ളാഹുവും വൈകല്യമുള്ളവർക്ക് യുദ്ധത്തിൽ നിന്ന് അവധി നൽകിയിട്ടുണ്ട്. അത് കാരണം മക്കളും അദ്ദേഹത്തെ തടഞ്ഞു. ഞങ്ങൾ 4 മക്കൾ യുദ്ധത്തിനായി പോകുന്നു. ഇതുവരെ അള്ളാഹു താങ്കൾക്ക് അവധി നൽകിയിരിക്കുന്നു. പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് കൂടി മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ എപ്പോഴാണ് ഉഹദിന്റെ അവസരം വന്നെത്തിയത്, അമർ തന്റെ മക്കളോട് പറയാൻ തുടങ്ങി, നിങ്ങൾ എന്നെ ബദറിൽ പങ്കെടുക്കുവാൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ഉഹദിന്റെ അവസരമാണ്, എന്നെ തടയുവാൻ സാധിക്കില്ല. ഞാൻ തീർച്ചയായും പുറപ്പെടുന്നതാണ്, ഉഹദിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും അദ്ദേഹം പറഞ്ഞു, എന്നെ തടയാൻ സാധിക്കില്ല, ഞാൻ തീർച്ചയായും അതിൽ പങ്കെടുക്കുന്നതായിരിക്കും. പിന്നെയും സന്താനങ്ങൾ അദ്ദേഹത്തെ വൈകല്യം കാരണം തടയാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം സ്വയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഹാജരായി. ഹുസൂറിൽ നിന്ന് നേരിട്ട് ഞാൻ അനുവാദം വാങ്ങിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഹുസൂറിന്റെ സമക്ഷം ഹാജരായി. ഇത് പറഞ്ഞു, എന്റെ മക്കൾ ഇത്തവണയും എന്നെ ജിഹാദിൽ നിന്ന് തടയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ബദറിൽ നിന്ന് തടഞ്ഞിരുന്നു, ഇപ്പോൾ യുഹദിനായി പോകാൻ അനുവദിക്കുന്നുമില്ല. ഞാൻ അങ്ങയോടൊപ്പം ഈ ജിഹാദിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് അള്ളാഹു എന്റെ ഹൃദയാഭിലാഷം സ്വീകരിക്കുകയും എനിക്ക് ഷഹാദത്ത് പ്രദാനം ചെയ്യും എന്നുമാണ്. അങ്ങനെ ഞാൻ ഈ വൈകല്യമുള്ള കാലുമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അല്ലയോ അമർ, അള്ളാഹുവിന് താങ്കളുടെ വൈകല്യം സ്വീകാര്യമാണ്. എന്നാൽ ജിഹാദ് താങ്കളുടെ മേൽ നിർബന്ധമില്ല. അദ്ദേഹത്തിന്റെ മക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തെ സൽക്കർമ്മത്തിൽ നിന്ന് തടയരുത്. ഇദ്ദേഹത്തിന്റെ ഹൃദയാഭിലാഷം
അത്തരത്തിലാണെങ്കിൽ പിന്നെ അത് പൂർത്തിയാക്കാൻ അനുവദിക്കുക. ഒരുപക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു ഷഹാദത്ത് നൽകുന്നതായിരിക്കും. അങ്ങനെ അമർ തന്റെ ആയുധമെടുത്തു ഈ ദുആ ചെയ്തുകൊണ്ട് ഉഹദ് മൈതാനത്തിലേക്ക് പുറപ്പെട്ടു. അല്ലാഹുമ്മ അർസുഖ്നി ഷഹാദതൻ വലാ തറുദ്ദനി ഇല അഹ്ലി ഗായിബ. അല്ലാഹുവേ, എനിക്ക് ഷഹാദത്ത് പ്രദാനം ചെയ്താലും എന്നെ എന്റെ ഭവനത്തിലേക്ക് പരാജിതനും അപമാനിതനുമായി തിരിച്ചയക്കരുതേ. അല്ലാഹുവും അദ്ദേഹത്തിന്റെ ദുആക്ക് സ്വീകാര്യത നൽകി. അദ്ദേഹം അവിടെ ഷഹാദത്ത് പദവി കരസ്ഥമാക്കി. അത് ഖല്ലാദിന്റെ മാതാവ് അത് ഹിന്ദ് ബിന്ത് അമർ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരും അമറുമായിരുന്നു, അതുപോലെ ഭർത്താവിന്റെ പേരും അമർ എന്നായിരുന്നു. ഹദ്റത്ത് ജാബിർ ബിൻ അബ്ദുള്ളയുടെ പൃഥു സഹോദരിയുമായിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ഹദ്റത്ത് ഹിന്ദ് തന്റെ ഭർത്താവ്, മകൻ, സഹോദരൻ എന്നിവരുടെ ഷഹാദത്തിന് ശേഷം ഒട്ടകപ്പുറത്ത് അവർ കൊണ്ടുവന്നു. പിന്നെ കൽപ്പനയുണ്ടായ പ്രകാരം അവർ തിരിച്ച് ഉഹദിലേക്ക് മടക്കി അയച്ചു. അങ്ങനെ അവിടെ മറവ് ചെയ്തു. ആദ്യം മദീനയിലേക്ക് കൊണ്ടുവന്നിരുന്നു. പിന്നെ അവർ 3 പേരും ഷഹീദായി എന്നറിഞ്ഞപ്പോൾ പിന്നെ അവരെ തിരിച്ചു കൊണ്ടുപോയി. അതിന്റെ വിശദീകരണം പിറകെ വരുന്നുണ്ട്. സംഭവത്തിന്റെ വിശദീകരണം നമുക്ക് ഇപ്രകാരം ലഭിക്കുന്നു. അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു ഉഹദിലെ ശുഹദാക്കളെ ഉഹദിൽ തന്നെ മറവ് ചെയ്യുക എന്നത്. ഇതിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് ഈ സംഭവത്തെ വിവരിക്കുന്നത് പ്രകാരം കാണാം. ഹദ്റത്ത് ആയിഷ ഉഹദ് യുദ്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനായി മദീനയിലെ സ്ത്രീകളോടൊപ്പം വീട്ടിൽ നിന്ന് പുറത്തു വന്നു. ആ സമയത്ത് പർദ്ദയുടെ കൽപ്പന ഉണ്ടായിരുന്നില്ല. ഹദ്റത്ത് ആയിഷ ഹറാഖ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഹിന്ദ് ബിൻ അമറുമായി കണ്ടുമുട്ടി. അബ്ദുള്ള ബിൻ അമറിന്റെ സഹോദരിയായിരുന്നു. ഹദ്റത്ത് ഹിന്ദ് തന്റെ ഒട്ടകത്തെ വലിച്ചുകൊണ്ടുവരികയായിരുന്നു. ആ ഒട്ടകപ്പുറത്ത് അവരുടെ ഭർത്താവ് ഹദ്റത്ത് അമർ ബിൻ ജുമു, മകൻ ഹദ്റത്ത് ഖല്ലാദ് ബിൻ അമർ, സഹോദരൻ ഹദ്റത്ത് അബ്ദുള്ള ബിൻ അമർ എന്നിവരുടെ ഭൗതിക ശരീരമായിരുന്നു. അത് ആയിഷ ചോദിച്ചു, നിങ്ങൾക്ക് പിന്നിൽ ഉപേക്ഷിച്ചു വന്ന ആളുകളെ കുറിച്ച് വല്ല വാർത്തയും അറിയാമോ? യുദ്ധഭൂമിയിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ ഹദ്റത്ത് ഹിന്ദ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സുരക്ഷിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം എല്ലാ പ്രയാസവും ലളിതമാണ്. അതായത് അദ്ദേഹം സുരക്ഷിതനാണെങ്കിൽ പിന്നെ യാതൊരു പ്രയാസവും ഉണ്ടാകുന്നതല്ല. അതിനുശേഷം ഹിന്ദ് ഈ ആയത്ത് ഓതി, വറദ്ദല്ലാഹു അല്ലദീന കഫറു ബഗൈലിഹിം ലം യനാലു ഖൈറൻ വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാലു വകാനല്ലാഹു ഖവിയ്യൻ അസീസ. അതായത് വിശ്വസിക്കാത്തവരെ അവരുടെ കോപത്തോടു കൂടി തന്നെ അള്ളാഹു തിരിച്ചയച്ചു. അവർ ഒരു ഗുണവും നേടിയില്ല. യുദ്ധത്തിൽ വിശ്വാസികൾക്ക് അള്ളാഹു മതി. അള്ളാഹു ശക്തനും പ്രതാപവാനുമാകുന്നു. അത് ആയിഷ ചോദിച്ചു, ഈ ഒട്ടകപ്പുറത്ത് ആരെല്ലാമാണ്? അപ്പോൾ ഹദ്റത്ത് ഹിന്ദ് പറഞ്ഞു, എന്റെ സഹോദരനും എന്റെ മകൻ ഖല്ലാദും എന്റെ ഭർത്താവ് അമർ ബിൻ ജുമു എന്നിവരാണ്. അത് ആയിഷ ചോദിച്ചു, നിങ്ങൾ ഇവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അവർ പറഞ്ഞു, ഞാൻ മദീനയിൽ മറവ് ചെയ്യുന്നതിനായി കൊണ്ടുപോവുകയാണ്. പിന്നെ അവർ ഒട്ടകത്തെ നടത്താൻ തുടങ്ങി. അപ്പോൾ ഒട്ടകം അവിടെ തന്നെ നിലത്തിരുന്നു. അത് ആയിഷ പറഞ്ഞു, അതിൽ ഭാരം അധികമാണ്. അതിലവർ പറഞ്ഞു, ഹദ്റത്ത് ഹിന്ദ് പറയാൻ തുടങ്ങി, ഇത് 2 ഒട്ടകത്തിന്റെ ഭാരം ഒറ്റയ്ക്ക് ഉയർത്താൻ ശേഷിയുള്ളതാണ്. എന്നാൽ ഈ സമയം അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നു. പിന്നെ അവർ ഒട്ടകത്തെ നടത്താൻ ശ്രമിച്ചു. അത് എഴുന്നേറ്റു. അതിനെ മദീന ഭാഗത്തേക്ക് തിരിച്ചപ്പോൾ പിന്നെയും അതിരുന്നു. പിന്നെ അതിനെ ഉഹദിന്റെ ഭാഗത്തേക്ക് തിരിച്ചു. അപ്പോൾ ഒട്ടകം വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പിന്നെ ഹിന്ദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തെത്തി. ഈ സംഭവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഒട്ടകത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അതായത് അള്ളാഹു ഈ ഒട്ടകത്തെ ഈ ജോലിക്കായി
ഏൽപ്പിച്ചിരിക്കുന്നു. അത് മദീനയിലേക്ക് പോകാതെ മറിച്ച് ഉഹദിലേക്ക് വരിക. പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് വല്ലതും നിങ്ങളോട് പറഞ്ഞിരുന്നോ യുദ്ധത്തിൽ പോകുന്നതിന് മുന്നോടിയായി? പറഞ്ഞു, അമർ യുദ്ധത്തിനായി പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഖിബിലയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇത് പറഞ്ഞു: അല്ലാഹുവേ, എന്നെ എന്റെ കുടുംബത്തിലേക്ക് അപമാനിതനായി അയക്കരുതേ, എനിക്ക് ഷഹാദത്ത് നൽകി അനുഗ്രഹിച്ചാലും. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഒട്ടകം നടക്കാതിരിക്കാനുള്ള കാരണം. പറയുന്നു, അല്ലയോ അൻസാറുകളുടെ കൂട്ടമേ, നിങ്ങളിൽ ചിലർ അള്ളാഹുവിനെ സത്യം ചെയ്ത് വല്ലതും പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ആ കാര്യം തീർച്ചയായും പൂർത്തിയാക്കുന്നതാണ്. അത്തരത്തിൽ നന്മ നിറഞ്ഞവരാണ് നിങ്ങൾ. അമർ ഇബ്നു ജമൂഉം അതിലുള്ള ഒരാളാണ്. പറയുന്നു, അല്ലയോ ഹിന്ദ്. അമർ ഇബ്നു ജമൂഇന്റെ ഭാര്യയോട് പറഞ്ഞു, എപ്പോഴാണ് നിന്റെ സഹോദരൻ ഷഹീദാക്കപ്പെട്ടത്? ആ സമയം മുതൽ മലക്കുകൾ തണൽ വിരിച്ചിരിക്കുകയാണ്. എവിടെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്യുന്നതെന്ന് കാത്തിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളെ മറവ് ചെയ്യുന്നവരെ അവിടെ തന്നെ തമ്പടിച്ചു. പിന്നെ പറഞ്ഞു, അമർ ഇബ്നു ജുമൂ, നിന്റെ മകൻ ഖല്ലാദ്, നിന്റെ സഹോദരൻ അബ്ദുള്ള സ്വർഗത്തിൽ പരസ്പരം സുഹൃത്തുക്കളാകുന്നു. അതിൽ ഹിന്ദ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി ദുആ ചെയ്താലും അള്ളാഹു എന്നെയും അവരോടൊപ്പം എത്തിക്കുമാറാക്കട്ടെ. മറ്റൊരു സഹാബി ഉത്ബ ബിൻ ആമിറിനെ കുറിച്ചുള്ള വിവരണമാണ്. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് സുഖയ്യ ബിൻ സഖൻത് എന്നായിരുന്നു. പിതാവ് ആമിർ ബിൻ നാബി ആയിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മേൽ വിശ്വസിച്ചിരുന്നു. അങ്ങയുടെ ബൈഅത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കി. അതത് ഉഖ്ബ ബിൻ ആമിർ മക്കയിൽ ഏറ്റവും ആദ്യം വിശ്വസിച്ച 6 അൻസാരികൾ ഉൾപ്പെടുന്നു. പിന്നെ ഒന്നാം അഖബ ഉടമ്പടിയിലും പങ്കെടുത്തിരുന്നു. അതിന്റെ വിശദീകരണം അതത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സിറത്ത് ഖാത്തബുൻ നബിയിൽ എഴുതിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശ്രമ ഫലത്താൽ മദീനയിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ നടപടിക്രമം അനുസരിച്ച് മക്കയിൽ ആദരണീയ മാസങ്ങളിൽ ഗോത്രങ്ങളുടെ പര്യടനം നടത്തുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിവ് ലഭിച്ചു, യസ്രിബിൽ നിന്ന് ഒരു പ്രശസ്തനായ വ്യക്തി സുവൈദ് ബിൻ സാമിത് മക്കയിൽ വന്നിട്ടുണ്ട്. സുവൈദ് മദീനയിലെ പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു. തന്റെ ധൈര്യത്തിലും കുലീനതയിലും മറ്റു പ്രത്യേകതകളും കാരണം കാമിൽ എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതുപോലെ കവിയും കൂടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അറിവ് ലഭിച്ച ഉടൻ അദ്ദേഹത്തിന്റെ കൂടാരത്തിലെത്തി അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ കൈവശവും ഒരു സവിശേഷമായ വചനമുണ്ട്. അതിന്റെ പേര് മുജല്ല ലുഖ്മാൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു വചനങ്ങളാണ് നിങ്ങളുടെ പക്കലുള്ളത് അതിന്റെ ചില ഭാഗം എന്നെയും കേൾപ്പിക്കുക. അതിൽ സുവൈദ് ആ ഏടുകളിലെ ചില വചനങ്ങൾ കേൾപ്പിച്ചു. അവിടുന്ന് അതിനെ പ്രശംസിച്ചു. അതായത് ഏതെന്നാണ് കേൾപ്പിച്ചത്, അതിൽ നല്ല കാര്യങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു, എന്നാൽ എന്റെ പക്കലുള്ള വചനങ്ങൾ അത് വളരെ ഉന്നതവും മഹത്തരവുമാണ്, വലിയ ശ്രേഷ്ഠതയുള്ളതാണ്, വലിയ സ്ഥാനമാണ് അതിനുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിശുദ്ധ ഖുർആന്റെ ചില ഭാഗം കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവസാനിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സത്യം, ഇത് വളരെ നല്ല വചനങ്ങളാകുന്നു. എന്നാൽ അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. അദ്ദേഹം ഈ പദങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തി അദ്ദേഹത്തെ നിഷേധിച്ചിരുന്നില്ല. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, അദ്ദേഹം മദീനയിലെത്തി. അദ്ദേഹത്തിന് കൂടുതൽ സമയം ലഭിച്ചില്ല. ഏതോ ഒരു പോരാട്ടത്തിൽ വധിക്കപ്പെട്ടു. ഇത് ഉവാസ് യുദ്ധത്തിന് മുമ്പുള്ള സംഭവമാണ്. അതിനുശേഷം ആ കാലഘട്ടത്തിനടുത്ത്, അതായത് ഉവാസ് യുദ്ധത്തിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വീണ്ടും ഒരു തവണ കൂടി ഹജ്ജിന്റെ അവസരത്തിൽ ഗോത്രങ്ങൾ ചുറ്റി തിരിയുകയായിരുന്നു. യാദൃച്ഛികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദൃഷ്ടി ചില അപരിചിതരായ ആളുകളുടെ മേൽ പതിഞ്ഞു. ഇത് ഔസ് ഗോത്രത്തിലെ ആളുകളായിരുന്നു. അവരുടെ വിഗ്രഹാരാധനക്കാരായ പ്രതിയോഗികളെ ഖസ്റജിനെതിരെ ഖുറൈശികളിൽ നിന്ന് സഹായം തേടുന്നതിനായി വന്നതായിരുന്നു. ഇതും ഹുവാസ് യുദ്ധത്തിന് മുമ്പുള്ള സംഭവമാണ്. ഈ സഹായം തേടൽ ആ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരുടെ സമീപത്ത് ചെന്നു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രഭാഷണം കേട്ട ഒരു യുവാവ്, അദ്ദേഹത്തിന്റെ പേര് ഇയാസ് എന്നായിരുന്നു, നിയന്ത്രാതീതമായി കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനെ കൊണ്ട് സത്യം, ഈ വ്യക്തി, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു ഭാഗത്തേക്കാണ് നമ്മളെ വിളിക്കുന്നത്, ഇവിടെ എന്തിനു വേണ്ടിയാണ് നാം വന്നതിനേക്കാൾ ഉത്തമമായ കാര്യമാണ്. അതായത് യുദ്ധത്തിനായി സഹായം തേടുന്നതിന് പകരമായി അതിലും ഉത്തമമായ കാര്യം അള്ളാഹുലേക്ക് കുനിയുക എന്നതാണ്. എന്നാൽ ഈ സംഘത്തിലെ നേതാവ് ഒരു പിടി കല്ലുകൾ ഉയർത്തി ഈ യുവാവിന്റെ മുഖത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഈ ജോലിക്ക് വേണ്ടിയല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ആ കാര്യം അതോടെ അവസാനിച്ചു. എന്നാൽ എഴുതുന്നു, യാസ് തന്റെ നാട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ, മരിക്കാറായപ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തൗഹീദിന്റെ കലിമ പുറത്തു വന്നിരുന്നു. അതിന് കുറച്ചു കാലത്തിന് ശേഷം ബുആസ് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞ് 11 നബവി റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വീണ്ടും മക്കയിൽ യസ്രിബിലുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി. നുബുവത്തിന്റെ 11ാം വർഷത്തെ സംഭവമാണ്. യസ്രിബിൽ നിന്ന് വന്നവരാണ് മക്കയിൽ ഉള്ളവരുമായി കണ്ടുമുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ രീതി അനുസരിച്ച് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവർ യസ്രിബിൽ നിന്ന് വന്നവരാണ്, ഖദർജ് ഗോത്രത്തിലുള്ളവരാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്റെ ചില കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? അവർ പറഞ്ഞു, തീർച്ചയായും. അവിടുന്ന് എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് തന്റെ ദൗത്യം വെളിപ്പെടുത്തി. അവർ പരസ്പരം നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇതൊരു സുവർണാവസരമാണ്, അല്ലെങ്കിൽ യഹൂദികൾ നമ്മളെ മറികടക്കുന്നതാണ്. ഇത് പറഞ്ഞു അവർ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. അതിൽ 6 പേരുണ്ടായിരുന്നു. അവരുടെ പേരുകൾ ഇപ്രകാരമാണ്: അബു ഉമാമ അസദ് ബിൻ ബറാറ, ബനു നജാറിൽപ്പെട്ട ആളായിരുന്നു, സാക്ഷ്യപ്പെടുത്തുന്നതിൽ ഏറ്റവും മുന്നിലായിരുന്നു. ഔഫ് ബിൻ ഹാരിസ്, ഇദ്ദേഹം ബനു നജാറിൽപ്പെട്ട ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ വിവാഹബന്ധത്തിൽപ്പെട്ട ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. റാഫ് ബിൻ മാലിക് ബനു സുറൈഖിൽപ്പെട്ട ആളായിരുന്നു. അതുവരെ അവതരിച്ച വിശുദ്ധ ഖുർആൻ ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ഹദരത്ത് ഖുത്ബ ബിൻ ആമിർ ബനി സലമയിൽപ്പെട്ട ആളായിരുന്നു. ഉഖ്ബ ബിൻ ആമിർ ബനി ഹറാമിൽപ്പെട്ട ആളായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുകളിൽ പറഞ്ഞ എല്ലാവരും ബദരി സഹാബാക്കളാണ്. ജാബിർ ബിൻ അബ്ദുല്ല ബിൻ റിയാമാൻ, അത് ബനി ഉബൈദയിൽപ്പെട്ട ആളാണ്. അതിനുശേഷം ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിട പറഞ്ഞു പോയി. പോകും മുമ്പ് പറഞ്ഞു, ഞങ്ങളെ യുദ്ധം വളരെ ബലഹീനമാക്കിയിരിക്കുന്നു. ഞങ്ങളിൽ പരസ്പരം ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട്. ഞങ്ങൾ യസ്രിബിൽ ചെന്ന് തന്റെ സഹോദരന്മാരിൽ ഇസ്ലാമിന്റെ തബ്ലീഗ് എത്തിക്കുന്നതാണ്. ഒരുപക്ഷെ അള്ളാഹു താങ്കൾ മുഖേന വീണ്ടും ഞങ്ങളെ ഐക്യപ്പെടുത്തുന്നതാക്കട്ടെ. പിന്നെ ഞങ്ങൾ എല്ലാവിധത്തിലും അങ്ങയുടെ സഹായത്തിനായി തയ്യാറാകുന്നതാണ്. അങ്ങനെ അവർ പുറപ്പെട്ടു. അത് മുഖേന യസ്രിബിൽ ഇസ്ലാമിനെ കുറിച്ച് ചർച്ചകൾ നടക്കാൻ തുടങ്ങി. ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ യസ്രിബിലെ ആളുകളിൽ നിന്ന് പ്രത്യക്ഷമായ വസ്തുവകകളുടെ അടിസ്ഥാനത്തിൽ ഭയചകിതമായിട്ടുള്ള അവസ്ഥയിലാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. അവിടുന്ന് അധികം വിചാരിച്ചിരുന്നത് ഈ 6 സാക്ഷികളുടെയും പര്യവസാനം എന്തായിരിക്കും, ഇതിലാണ് നോക്കിയിരുന്നത്. യസ്രിബിൽ വിജയത്തിന്റെ വല്ല പ്രതീക്ഷയും ഉണ്ടാകുമോ അതോ ഇല്ലയോ? മുസ്ലിങ്ങളുടെ അവസ്ഥയും ഭൗതിക അടിസ്ഥാനത്തിൽ ആ കാലഘട്ടത്തിൽ ഭയചകിതമായിരുന്നു. ചിലപ്പോൾ പ്രതീക്ഷയുടെ കിരണം, ചിലപ്പോൾ നിരാശയുടെ അവസ്ഥ. അവർ കണ്ടിരുന്നത് മക്കയിലെ നേതാക്കന്മാരും തായിഫിലെ പ്രധാനികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വളരെ ശക്തമായി എതിർത്തിരുന്നു. മറ്റു ഗോത്രങ്ങളും ഓരോന്നോരോന്നായി നിഷേധത്തിന്റെ മുദ്ര പതിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് മദീനയിൽ പ്രതീക്ഷയുടെ കിരണം ഉണ്ടാകുന്നത്. എന്നാൽ ഈ കിരണം ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും കൊടുങ്കാറ്റും ശക്തമായ ചുഴലിക്കാറ്റിനും എതിരിൽ നിലനിൽക്കുമെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? മറ്റൊരു വശത്ത് മക്കയിലുള്ളവരുടെ പീഡനം ദിവസം തോറും വർദ്ധിച്ചു വരികയാണ്. ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ഇതാണ് അവസരമെന്ന് അവർ ശരിക്കും മനസ്സിലാക്കി. എന്നാൽ ഈ നിർണായക അവസരത്തിലും ഇതിലും വലിയ നിർണായകമായ അവസ്ഥ ഇസ്ലാമിന് മുമ്പ് വന്നിട്ടില്ല. അതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സഹാബത്തും ഉറച്ച ഒരു പാറ പോലെ അവരുടെ സ്ഥാനത്ത് തന്നെ നിലകൊണ്ടു. അങ്ങയുടെ ഈ ഉറച്ച തീരുമാനവും സ്ഥൈര്യവും ചില അവസരങ്ങൾ എതിരാളികളെ പോലും അത്ഭുതത്തിലാഴ്ത്തി. ഈ വ്യക്തി എത്രമാത്രം ധൈര്യത്തിനുടമയാണ്. ഒരു വസ്തുവിനും അദ്ദേഹത്തെ തന്റെ സ്ഥാനത്ത് നിന്ന് അകറ്റാൻ സാധിച്ചിരുന്നില്ല. മറിച്ച് അക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വാക്കുകളിൽ ഒരു പ്രത്യേകമായ നിലയിൽ, അങ്ങയുടെ വാക്കുകളിൽ
ഒരു ഭീതിയും പ്രൗഢിയും കാണാൻ സാധിച്ചിരുന്നു. ഈ പ്രശ്നങ്ങളുടെ അതികഠിനമായ കൊടുങ്കാറ്റിലും അങ്ങയുടെ ശിരസ് ഒന്നുകൂടി ഉയർന്നു നിന്നു. ഈ ദൃശ്യം ഒരു വശത്ത് മക്കയിലെ ഖുറൈശികളിൽ അത്ഭുതമുണ്ടാക്കി, മറ്റൊരു വശത്ത് അവിടെ ഹൃദയത്തിൽ ചിലപ്പോഴൊക്കെ പ്രകമ്പനവും കൊള്ളിച്ചിരുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ച് സർ വില്യം മ്യൂർ എഴുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമൂഹത്തിൽ മുന്നിൽ എപ്രകാരം നെഞ്ചുവിരിച്ചു എന്ന് നിന്നാൽ ചലിക്കണമെന്ന ചിന്ത പോലും ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. ഇതിന്റെ അവസാനം വിജയമാണെന്ന പൂർണ്ണ വിശ്വാസത്തിൽ നിലകൊള്ളുകയും പ്രത്യക്ഷത്തിൽ നിസ്സഹായകനും നിർവാഹകനുമായിരുന്നു അദ്ദേഹത്തിന്റെ ചെറിയ സംഘം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അങ്ങയുടെ ആ ചെറിയ സംഘം, കുറച്ച് മുസ്ലിങ്ങൾ അക്കാലത്ത് സിംഹത്തിന്റെ മുമ്പിൽപ്പെട്ട അവസ്ഥയായിരുന്നു. എന്നാൽ അങ്ങയെ പ്രവാചകനാക്കി അയച്ച ആ ദൈവത്തിന്റെ സഹായത്തിനാകുന്ന വാഗ്ദാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു നിശ്ചയദാർഢ്യത്തോടെ തന്റെ സ്ഥാനത്ത് നിലനിന്നുവെന്നാൽ വില്യം മൂർ എഴുതുന്നു, അതിനെ ഒരു വസ്തുവിനും തന്റെ സ്ഥാനത്ത് നിന്ന് ചലിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ ദൃശ്യം എത്ര മഹോന്നത ചിത്രം സമർപ്പിച്ചുവെന്നാൽ അതിന്റെ ഉദാഹരണം നമുക്ക് ഇസ്രായേലിന്റെ അവസ്ഥയിലല്ലാതെ മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. അദ്ദേഹം പ്രശ്നത്തിലും കുഴപ്പത്തിലും വീണുകൊണ്ട് ദൈവത്തിന്റെ മുന്നിൽ ഈ വാക്കുകൾ പറഞ്ഞു: എന്റെ ഉടമസ്ഥനെ, ഞാൻ മാത്രം ഇതാ ഇവിടെ ഏകനാകിയിരിക്കുന്നു. പിന്നെ എഴുതുന്നു, അങ്ങനെയല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദൃശ്യം ഇസ്രായേലി പ്രവാചകനേക്കാളും ഒരുപിടി മുന്നിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകളാണ് ആ അവസരത്തിൽ പറഞ്ഞത്: അല്ലയോ എന്റെ സമൂഹത്തിലെ എതിരാളികളെ, എന്തെല്ലാമാണ് ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊള്ളുക, ഞാൻ മറ്റൊരു പ്രതീക്ഷയിലാണ് നിലകൊള്ളുന്നത്. എന്തായിരുന്നാലും ഇസ്ലാമിനെതിരായ വളരെ നിർണായകമായ അവസ്ഥയായിരുന്നു അത്. മക്കാവാസികളിൽ നിന്ന് നിരാശയുടെ അവസ്ഥ അത് പൂർണ്ണമായിരുന്നു. എന്നാൽ മദീനയിൽ പ്രതീക്ഷയുടെ വെളിച്ചം അത് കണ്ടുവരുന്നുണ്ടായിരുന്നു. ഈ ബൈഅത്ത് ചെയ്ത് പോയവർ, അവർ മുഖേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ശ്രദ്ധ അവിടെ ഉണ്ടായിരുന്നു. മദീനയും മക്കയും തായിഫിനെ പോലെ അങ്ങയെ നിഷേധിക്കുമോ, അല്ലെങ്കിൽ അതിന്റെ ഭാഗ്യം മറ്റു തരത്തിലാണോ എഴുതിയിരിക്കുന്നത്? അങ്ങനെ ഹജ്ജിന്റെ അവസരം വീണ്ടും വന്നെത്തി. അദ്ദേഹം വളരെ ആവേശത്തോടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. മീനയുടെ ഭാഗത്തുള്ള അഖബ എന്ന സ്ഥലത്ത് എത്തി. അവിടെ അങ്ങയുടെ ദൃഷ്ടി യാദൃച്ഛികമായി യസ്രബ് വാസികളായ ചെറിയ ഒരു ജമാത്തിൽ പതിച്ചു. അദ്ദേഹത്തെ കണ്ടയുടൻ അവർ ഉടനെ തിരിച്ചറിഞ്ഞു. അങ്ങേയറ്റം സ്നേഹത്തോടും ആത്മാർത്ഥതയോടും മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ കണ്ടു. ഇത്തവണ 12 പേരുണ്ടായിരുന്നു. അതിൽ 5 പേർ കഴിഞ്ഞ വർഷം സാക്ഷ്യപ്പെടുത്തവരായിരുന്നു. 7 പേർ പുതിയ ആളുകളായിരുന്നു. ഔസ്, ഖദറജ് എന്നീ 2 ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. അവരുടെ പേര് ഇപ്രകാരമാണ്: അബു ഇമാമ, അസ്അദ് ബിൻ സറാറ, ഔഫ് ഇബ്ൻ ഹാരിസ്, റാബി ബിൻ മാലിക്, ഖുത്ബ ബിൻ മാലിക്, ഉത്ബ ബിൻ ആമിർ. ഉഖ്ബ ബിൻ ആമിർ ഇത്തവണയും വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. അദ്ദേഹം വീണ്ടും ഹജ്ജിനായി വന്നു. മാദ് ബിൻ ഹാരിസ്, ഇത് ബനി നജാർ ഗോത്രവുമായിട്ടായിരുന്നു ബന്ധം. ജക്വാൻ ബിൻ അബ്ദ് ഖൈസ് ബനു സുറൈഖ് ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു. അബു അബ്ദുറഹ്മാൻ യസീദ് ബിൻ സഅലബ ബനി ബലി. ഉബാദ ബിൻ സാമദ് അസ്ബനി ഓഫ്, അദ്ദേഹം ബനി ബലിയിൽപ്പെട്ട ആളായിരുന്നു. ഇദ്ദേഹം ബനി ഓഫിൽപ്പെട്ട ആളുമായിരുന്നു. ഖദറജ് ഗോത്രത്തിൽപ്പെട്ടവരാണ്. അബ്ബാസ് ബിൻ ഉബാദ ബിൻ അസ്ല, ഇദ്ദേഹം ബനി സാലമിൽപ്പെട്ട ആളാണ്. അബു അൽ ഹൈസം ബിൻ തയ്യാൻ, ഇദ്ദേഹം ബനി അബ്ദുൽ അഷ്ആൽ. ഉബൈം ബിൻ സഅദ, ഇദ്ദേഹം അംർ ബിൻ ഓഫ് നിൽപ്പെട്ടായിരുന്നു, ഓഫ് ഗോത്രത്തിൽപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു താഴ്വരയിൽ ഇവരെ കണ്ടുമുട്ടി. ഈ 12 പേരെ കണ്ടുമുട്ടി. അവർ യസ്രിനെ കുറിച്ചുള്ള വിവരണം നൽകി. ഈ സമയത്ത് അവർ എല്ലാവരും കൃത്യമായി അങ്ങയുടെ കരങ്ങളിൽ ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്ത് മദീനയിൽ ഇസ്ലാമിന്റെ സ്ഥാപനത്തിലുള്ള അടിസ്ഥാന ശിലയായിരുന്നു. അതോടെ അവിടെ അടിത്തറ പാകി. ആ സമയത്ത് ജിഹാദ് നിർബന്ധമായിരുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവരിൽ നിന്ന് ഈ വാക്കുകൾ മാത്രമാണ് ബൈഅത്തായി വാങ്ങിയത്:
ഏതൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദ് ഫർളായതിനു ശേഷം സ്ത്രീകളിൽ നിന്ന് വാങ്ങിയിരുന്നത്, അതേ വാക്കുകൾ ഇവരിൽ നിന്ന് വാങ്ങി. അതായത് അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക, ശിർക്ക് ചെയ്യില്ല, കളവ് ചെയ്യില്ല, വ്യഭിചരിക്കില്ല, അക്രമത്തിൽ നിന്ന് വിട്ടുനിൽക്കും, ആരുടെ മേലും കുറ്റാരോപണം ചെയ്യില്ല, എല്ലാ നല്ല കാര്യത്തിലും അങ്ങേ അനുസരിക്കുന്നതാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്ഥൈര്യത്തോടും ആത്മാർത്ഥതയോടും ഈ പ്രതിജ്ഞ നിലനിൽക്കുന്നുവെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ബലഹീനത കാണിച്ചാൽ പിന്നെ നിങ്ങളുടെ കാര്യം അള്ളാഹുവിന്റെ പക്കലാണ്, അവൻ ഇച്ഛിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നതാണ്. ഈ ബൈഅത്ത് ചരിത്രത്തിൽ ഒന്നാം അഖബ ഉടമ്പടി എന്ന പേരിൽ പ്രസിദ്ധമാണ്. കാരണം ഏതു സ്ഥലത്ത് വച്ചാണ് ബൈഅത്ത് ചെയ്തത് അതിനെ അഖബ എന്ന് പറയുന്നു. അത് മക്കയും മിനയുടെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഖബ എന്നതിന്റെ പദാർത്ഥം ഉയർന്ന പർവ്വത മാർഗം എന്നാണ്. മക്കയിൽ നിന്ന് വിട പറഞ്ഞ് ഈ 12 നവ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നൽകുവാൻ ഒരു മുഅല്ലിമിനെ അവരോടൊപ്പം അയക്കുവാൻ അപേക്ഷിച്ചു. ഞങ്ങളുടെ മുഷ്രിക്കായിട്ടുള്ള സഹോദരങ്ങളെ ഇസ്ലാമിന്റെ തബ്ലീഗ് അങ്ങനെ ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി തിരുമേനി മുസഅദ് ബിൻ ഉമൈർ, അദ്ദേഹം അബ്ദുദ്ദാർ അങ്ങേയറ്റം ആത്മാർത്ഥനായ യുവാവായിരുന്നു, അവരോടൊപ്പം അയച്ചു. ഇസ്ലാമിക മുബല്ലിഗിനെ ആദ്യകാലത്ത് ഖാരി അല്ലെങ്കിൽ മുഖരി എന്നാണ് വിളിക്കാറ്. അവരുടെ ജോലി കൂടുതലും വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കലാണ്. കാരണം അതായിരുന്നു തബ്ലീഗിനുള്ള ഏറ്റവും നല്ല മാർഗം. അങ്ങനെ മുഅസിബ് യസ്രിബിലെത്തി. അങ്ങനെ യസ്രിബിൽ മുഖരി എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധി നേടി. രണ്ടാം അഖബ ഉടമ്പടി അത് 13 നബവിയിൽ നടന്നു. അതിൽ 70 അൻസാറുകൾ ബൈഅത്ത് ചെയ്തു. അത് ഉഖ്ബ ബിൻ ആമിർ ബദർ, ഉഹദ്, ഖന്ദഖ് ഉൾപ്പെടെ എല്ലാ യുദ്ധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം പങ്കെടുത്തു. ഉഹദ് യുദ്ധ ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം എടുത്തറിയുന്നുണ്ടായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് യമാമ യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദാക്കപ്പെടുന്നത്. ഉഖ്ബ ബിൻ ആമിർ നിവേദനം ചെയ്യുന്നു, ഞാൻ എന്റെ മകനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷം ഹാജരായി. അപ്പോൾ അവന് 9 വയസ്സ് പ്രായമായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ അങ്ങയുടെ മേൽ ബലിയായിരിക്കട്ടെ, ഞാൻ എന്റെ മകനെ അങ്ങ് ദുആ പഠിപ്പിച്ചാലും. അങ്ങനെ അവൻ അത് മുഖേന അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അവന്റെ മേൽ അനുകമ്പ വർഷിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അല്ലയോ കുട്ടി, നീ പറയുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക സിഹത്തൻ ഫി ഈമാനി വ ഈമാനം ഫി ഹുസ്നി ഖുൽഖിൻ വ സലാഹൻ യതബഉ നജാ. അല്ലാഹുവേ, നിന്നോട് വിശ്വാസത്തിന്റെ അവസ്ഥയിൽ ഞാൻ സുസ്ഥിരത ചോദിക്കുന്നു, വിശ്വാസത്തോടൊപ്പം സൽസ്വഭാവത്തിനായി ദുആ ചെയ്യുന്നു, പരിഷ്കരണത്തിന് ശേഷം വിജയം ചോദിക്കുന്നു. അല്ലാഹു ഈ സഹാബാക്കളുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇതിനുശേഷം ഞാൻ അമേരിക്കയിലെ ഒരു വളരെ പഴയ ആദരണീയായ അഹമ്മദിയെക്കുറിച്ച് സ്മരിക്കുന്നതാണ്. അവരുടെ ജനാസ നമസ്കാരവും ജുമാക്ക് ശേഷം നിർവഹിക്കുന്നതാണ്. അവരുടെ പേര് സിസ്റ്റർ ആലിയ ഷഹീദ് സാഹിബ എന്നാണ്. മർഹൂം അഹമ്മദ് ഷഹീദ് സാഹിബിന്റെ ഭാര്യയായിരുന്നു. ഡിസംബർ 26 അവർ വഫാത്തായി. അള്ളാഹു വലിയ ആയുസ് അവർക്ക് നൽകി, ജോലി ചെയ്യുവാനുള്ള തൗഫീക്ക് നൽകി, ബലഹീനതകളിൽ നിന്ന് രക്ഷ നൽകി. 105 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അള്ളാഹു അവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരെ സംബന്ധിച്ച് അമീർ സാഹിബ് അമേരിക്ക എഴുതുന്നു, 1936 ബൈഅത്ത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. അവർ 1963 മുതൽ 1966 വരെ സദർ ലജന അമേരിക്കയായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. അതുപോലെ മർഹൂമ ലജനയുമായുള്ള അമേരിക്കയുടെ 50 വർഷം ഒരു നീണ്ടകാലം ജനറൽ സെക്രട്ടറി, സെക്രട്ടറിമാർ, സെക്രട്ടറി താലീം, സെക്രട്ടറി ഖിദ്മത്തെ ഖൽക്ക്, പ്രാദേശിക സദർ എന്ന നിലയിൽ സേവനം ചെയ്യുവാൻ തൗഫീക്ക് ലഭിച്ചു. എപ്പോഴും ജമാഅത്തിനോടും ഖലീഫയോടും അഗാധമായ ബന്ധമുണ്ടായിരുന്നു. എല്ലാവിധ ത്യാഗത്തിനും എപ്പോഴും തയ്യാറായിരുന്നു. വളരെ അനുകമ്പയും സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു. അവർക്ക് അഹമ്മദിയ ജമാഅത്ത് അമേരിക്കയുടെ പ്രാരംഭകാല സംഭവങ്ങൾ മനഃപ്പാടമായിരുന്നു. അതിനെക്കുറിച്ച് അവർ എപ്പോഴും പറയുമായിരുന്നു. ഹസ്രത്ത് ചൌധരി സഫറുല്ലാ ഖാൻ സാഹിബ് തന്റെ വീട്ടിൽ ആഹാരത്തിന് ക്ഷണിക്കുവാനുള്ള അവസരവും അവർക്ക് ലഭിച്ചിരുന്നു. ഭർത്താവ് അഹമ്മദ് ഷഹീദ് സാഹിബ് മർഹൂം അമേരിക്കയുടെ നാഷണൽ ആമിലയിലെ അംഗവും അതുപോലെ പീറ്റേഴ്സ്ബർഗിലെ
സദർ ജമാഅത്തായും സേവനം ചെയ്യുവാൻ തൗഫീക്ക് ലഭിച്ചിരുന്നു. മർഹൂമിന്റെ കുടുംബത്തിലെ ഏക മകൻ ഉമർ ഷെയ്ഖ് സാഹിബ് മാത്രമാണുള്ളത്. അദ്ദേഹം കഴിഞ്ഞ 18 വർഷമായി പീറ്റേഴ്സ്ബർഗിന്റെ സദർ ജമാഅത്തായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ ആഫ്രിക്കൻ അമേരിക്കനാണ്. സദർ ലജന അമേരിക്ക എഴുതുന്നു സിസ്റ്റർ ആലിയയെ കുറിച്ച്, ഇവരുടെ ജീവിതശൈലി, ഇവരുടെ സംസാരം, ഇവരുടെ അനക്കമടക്കം എന്നിവ 70 വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്ത ബൈഅത്ത് പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവ് സമർപ്പിക്കുന്നവയാണ്. അവരുടെ സേവനങ്ങൾ അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല, വിവിധ രാജ്യങ്ങളിൽ വ്യാപിച്ചിരുന്നു. എല്ലാ ലജനകളും പാകിസ്ഥാന്റെ കീഴിലായിരുന്നപ്പോൾ ശാഖാ സംഘടനകൾ വിദേശ രാജ്യത്തിലെ ലജനകളും പാകിസ്ഥാനിലെ ലജനകളുടെ കീഴിലായിരുന്നു. ആ സമയം ഹദ്റത്ത് മറിയം സിദ്ദീഖ സാഹിബ ഖലീഫത്ത് മസീഹ് സാനിയുടെ പത്നിയായിരുന്നു. അവർ ലോകത്തെ മുഴുവൻ ലജനകളുടെയും സദർ ലജനയായിരുന്നു. അവരിൽ നിന്ന് ഇവർക്ക് വലിയ അഭിനന്ദനങ്ങളും ലഭിച്ചിരുന്നു. ഇവർ എഴുതുന്നു, സിസ്റ്റർ ആലിയയുടെ പേര് ഇല ലൂയിസ് എന്നായിരുന്നു. ഇവരുടെ പ്രതിശ്രുത വരൻ വില്യം ഫ്രാങ്ക് ബ്രൌണിംഗ് ആഫ്രിക് മെത്തോഡിക് ചർച്ചിന്റെ ഒരു പ്രധാന അംഗമായിരുന്നു. തന്റെ വിവാഹത്തിന് തയ്യാറെടുപ്പിൽ മുഴുകിയിരുന്നു, അതായത് വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ വരന്റെ അടുത്ത് അഹമ്മദീയത്തിന്റെ സന്ദേശമെത്തി. വില്യം സാഹിബ് തന്റെ മാതാപിതാക്കളോടൊപ്പം അഹമ്മദ് സ്വീകരിച്ചു. അദ്ദേഹം തന്റെ പേര് അഹമ്മദ് ഷഹീദ് എന്ന് വെച്ചു. ആലിയ വിവാഹം ചെയ്തു, എന്നാൽ ബൈഅത്ത് ചെയ്തിരുന്നില്ല. അഹമ്മദ് ഷഹീദ് സാഹിബ് കുറച്ചു കാലത്തിന് ശേഷം പീറ്റേഴ്സ്ബർഗിന്റെ സദറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രസക്തി ജമാഅത്തിന്റെ ഉള്ളിൽ മാത്രമായിരുന്നില്ല, മറിച്ച് തബ്ലീഗിന്റെ ആവശ്യത്താൽ രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് പ്രശസ്തി ഉണ്ടായിരുന്നു. ഈ കാലത്ത് അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. അവന്റെ പേര് ഇവർ ഉമർ എന്ന് വെച്ചു. ആലിയ സാഹിബ് ഭർതൃഗ്രഹത്തിലാണ് താമസിച്ചിരുന്നത്. അവിടെ അവർ ഭർത്തൃ ബന്ധുക്കളും ഭർത്താവും കാണാതെ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി. അക്കാലയളവിൽ അവരുടെ പക്കൽ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെ പുസ്തകം അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എങ്ങനെ എത്തിപ്പെട്ടു. അവർ അത് വായിച്ചു, ഒരുപാട് പ്രഭാവിതയായി. ചില അവസരങ്ങളിൽ വീട്ടിൽ വെച്ച് നടക്കാറുള്ള തർബീത്ത് യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം ബംഗാളി സാഹിബ്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബംഗാളി സാഹിബ് മുബല്ലിഗായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടു. അതിൽ മസീഹ് കുരിശിൽ നിന്ന് രക്ഷപ്പെട്ടതും കശ്മീരിലേക്ക് പലായനം ചെയ്തതും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസ ആദർശങ്ങളും സമർപ്പിച്ചു. ലജന സദർ എഴുതുന്നു, അവർ പറഞ്ഞിരുന്നു, അതിനുശേഷം ചർച്ചിൽ പോകുന്നത് നിർത്തി, പിന്നെ മസ്ജിദിൽ പോകാൻ തുടങ്ങി. അവസാനം 1936 അഹമ്മദിയത്ത് സ്വീകരിച്ചു. തന്റെ പേര് ആലിയ എപ്രകാരം വെച്ചു എന്നതിനെ കുറിച്ച് അവർ പറയുന്നു, ഒരു പുസ്തകത്തിൽ ആലിയ എന്ന പേര് വായിച്ചിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടമായി. അഹമ്മദി ആയതിനു ശേഷം ആ പേര് ഞാൻ സ്വീകരിച്ചു. സിസ്റ്റർ ആലിയ എപ്പോഴും അറിവ് നേടുന്നതിനുള്ള പരിശ്രമത്തിലായിരുന്നു. എപ്പോഴും പള്ളി വൃത്തിയാക്കുകയും ആഹാരം പാകം ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്തു. വെറും അറിവ് കരസ്ഥമാക്കുക മാത്രമല്ല, വിനയം കൈക്കൊണ്ട് വക്കാറാമലും ചെയ്തിരുന്നു. തന്റെ കൈകൊണ്ട് ജമാഅത്തിന്റെ ജോലികളും ചെയ്തിരുന്നു. അത് പള്ളി വൃത്തിയാക്കലും ആഹാരം പാകം ചെയ്യുക, ഈ ജോലിയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. പിന്നെ പറയുന്നു, നമസ്കരിച്ചിരുന്നു. ഞങ്ങൾ എപ്പോഴും അവരെ കണ്ടിരുന്നത് ഉന്നത ധാർമ്മിക ഗുണങ്ങൾ ഉണ്ടായിരുന്നു. രോഗികളെ പരിചരിച്ചിരുന്നു, ചന്ത നൽകുന്നതായി കണ്ടിട്ടുണ്ട്. നന്മകളുടെ ഏതെങ്കിലും എല്ലാം പദ്ധതി എപ്പോഴും രചനകളിൽ ചെയ്തുകൊണ്ടിരുന്നു. എഴുതുന്നു, മർഹൂമയുടെ ശ്രദ്ധ എപ്പോഴും രചനകൾ തമ്മിലുള്ള ഐക്യവും സാഹോദര ബന്ധമുണ്ടാക്കുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു. അതിനുവേണ്ടി അവസാന കാലം വരെ അവർ രചനകൾ അഭിമുഖീകരിച്ച് കത്തുകൾ എഴുതിയിരുന്നു. സദർ ലജന എഴുതുന്നു, ഒരായത്ത് എപ്പോഴും ആവർത്തിച്ചവർ ഓതിക്കൊണ്ടിരുന്നു. ഇന്നല്ലാഹ യുഹിബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. പറയുന്നു, ഇത് എപ്പോഴും ആവർത്തിച്ചിരുന്നു. അതായത് സുഭദ്രമായ മതില് പോലെ അണികളായി നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരെ തീർച്ചയായും അള്ളാഹു സ്നേഹിക്കുന്നു. സദർ ലജന എഴുതുന്നു, അമേരിക്കയിൽ ആദ്യമായി അവരാണ് മസ്ജിദ് ഫണ്ടിന്റെ അടിത്തറ പാകിയത്. അതുപോലെ മുസ്ലിം സ്റ്റുഡൻസ് സ്കോളർഷിപ്പ് ഫണ്ടിന് തുടക്കം കുറിച്ചു. അവരുടെ അധ്യക്ഷതയിൽ ആദ്യ വാർഷിക ഇജ്തിമ സംഘടിപ്പിച്ചു. അതുപോലെ നാഷണൽ തബ്ലീഗ് ഡേക്ക് തുടക്കം കുറിച്ചു. അതിൽ രചനകൾ വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങളടങ്ങിയ ആയിരക്കണക്കിന് ലീഫ്ലെറ്റുകളും പാംപ്ലെറ്റുകളും രാജ്യത്തിലെ വിവിധ ലൈബ്രറിയിലേക്ക് അയച്ചിരുന്നു. ഇവർ രചനകൾക്കായി ഒരു മാസിക തുടങ്ങിയിരുന്നു.
അതിന്റെ പേര് അന്ന് മുഴുവൻ ലോകത്തിന്റെയും സദലജനായിരുന്ന മറിയം സിദ്ദീഖ സാഹിബ ആയിഷ എന്ന് വെച്ചു. അവരെ കൊണ്ടാണ് ഇവർ പേര് വെച്ചത്. ഇവർ ദ പാത്ത് ഓഫ് ഫെയ്ത്ത് അവർ ഡ്യൂട്ടീസ് എന്ന പേരിൽ ലജനകളുടെ പ്രവർത്തന രൂപരേഖയും പ്രസിദ്ധീകരിച്ചിരുന്നു. അവരുടെ പ്രേരണ പ്രകാരം ഡെൻമാർക്കിൽ നിർമ്മിച്ച പള്ളിക്കായി ലജനകൾ അകമഴിഞ്ഞ ത്യാഗം ചെയ്തു. അതുപോലെ ബാൾട്ടിമോർ, പീറ്റേഴ്സ്ബർഗിലെ മിഷൻ ഹൌസുകളിൽ താമസ സൗകര്യത്തിനുള്ള ഫണ്ട് സ്വരൂപിച്ചു. സിസ്റ്റർ ആലിയ ഇക്കാലത്ത് പറയുന്നു, 98% ലജനകളും ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചവരാണ്. അതുകൊണ്ട് ആരംഭത്തിൽ നമസ്കാരത്തിലേക്കും റമദാനിലെ നോമ്പിലേക്കും ഉപദേശിക്കുന്നതാണ്. അതുപോലെ ഉടൻ പർദ്ദ ധരിക്കാൻ പറയാതെ ആദ്യ വർഷം മാന്യമായ വസ്ത്രം ധരിക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കണം. തന്റെ വസ്ത്രം ആദ്യം ലജ്ജയുള്ളതാക്കി തീർക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഹിജാബോട് കൂടിയ പർദ്ദ ധരിക്കുക. ഇക്കാലത്ത് ലജനകളിൽ ആരംഭിച്ചതുപോലെ പർദ്ദ ധരിക്കുന്നവർ പോലും പർദ്ദ ഉപേക്ഷിക്കുന്ന രീതിയല്ല അവർ അവലംബിച്ചത്. മറിച്ച് സ്റ്റെപ്പായി ഒരു പടിയിൽ നിന്ന് ഒരു പടിയിലേക്ക് ലജനകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിന് ശിക്ഷണം നൽകി. സിസ്റ്റർ ആലിയ മുഴുവൻ ലജന ഖുർആൻ കരീം പഠിപ്പിക്കുന്നതിന് വേണ്ടി വളരെ പരിശ്രമിച്ചു. എല്ലാ ദിവസവും ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ഉണ്ടാക്കി. ഇതുപോലെ തന്നെ ലജന പാരായണം പൂർത്തിയാക്കിയിരുന്നു. ഇതുപോലെ ദിനവും തഫ്സീറിന്റെ ഒരു ഭാഗം വരെ കേൾപ്പിച്ചിരുന്നു. പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കി. ആലിയ സാഹിബയുടെ പരിശ്രമത്തിൽ നാസ്രാത്തിന് വേണ്ടി ഒരു സിലബസ് തയ്യാറാക്കി. അങ്ങനെ നാസ്രാത്തുകൾ ദീനി അറിവ് കരസ്ഥമാക്കാനുള്ള ആവേശം ഉണ്ടാക്കിയെടുത്തു. മർഹൂമ മെമ്പറുകളിൽ ത്യാഗത്തിന്റെ ആത്മാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ഉന്നതമായിട്ടുള്ള പ്രവർത്തികളാണ് ചെയ്തത്. അതേപോലെ ചന്ത നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ക് വരവുകൾ അത് വെക്കുന്നതിന് വേണ്ടി ഒരു മഹത്തരമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. ഒരിക്കൽ അവർ ജമാഅത്തിൽ പ്രവേശനം സംബന്ധിച്ച് അതിൽ ഉണ്ടായ പ്രയാസത്തെക്കുറിച്ചും ചോദിക്കുകയുണ്ടായി. പറയുന്നു, ഞാൻ ജമാഅത്തിൽ പങ്കെടുത്തതിന് ശേഷം വളരെ പരീക്ഷണങ്ങൾ ഞാൻ കണ്ടു. എന്നാൽ ഞാൻ ബലഹീനത കാണിക്കുന്നതിന് പകരം എപ്പോഴും ദൃഢനിശ്ചത കാണിച്ചു. അള്ളാഹുവിന്റെ തൃപ്തിയിൽ ഞാൻ തൃപ്തിയായി. അതിനുവേണ്ടി പരിശ്രമിച്ചു. ഈ ഒരു പാഠമാണ് ലജനകൾക്ക് കഴിഞ്ഞ 50 വർഷമായി ലജന നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് എഴുതുന്നു, അവരുടെ വ്യക്തിത്വം എന്നത് ദൃഢനിശ്ചയം ആയിരുന്നു. അതിന് മിനാരം കണക്കവർ നിന്നു. ഞങ്ങളെല്ലാവർക്കും ഒരു വഴികാട്ടിയായിരുന്നു. പിന്നെ എഴുതുന്നു, ദീന ഇസ്ലാമിന് ഈ ലോകത്തും ആധിപത്യം സ്ഥാപിക്കുന്നതിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമായിരുന്നു. പറയാറുണ്ടായിരുന്നു, എപ്പോഴാണ് ഇസ്ലാം വിജയിക്കുന്നത് ആ സമയത്ത് ജമാഅത്ത് അഹമ്മദിയയുടെ മോട്ടോ അഥവാ മുദ്രാവാക്യം സ്നേഹമാണ് എല്ലാവരും, വെറുപ്പില്ല ആരോടും എന്നതായിരിക്കും ലോകത്ത് ഭരണം നടത്തുക. ഇതുപോലെ ഖിലാഫത്ത് സംവിധാനത്തിൽ പൂർണ്ണമായ വിശ്വാസമായിരുന്നു. ഇസ്ലാമിന്റെ വിജയത്തിന്റെ താക്കോല് അതായിരുന്നു എന്ന് പറയുമായിരുന്നു. ഖിലാഫത്ത് വ്യവസ്ഥിതി നിലനിൽക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതുമൂലം വിജയം ലഭിക്കുന്നതാണ് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇക്കാര്യം പറയുന്നു, 100 കണക്കിന് ഫോൺ കോളുകളും കത്തുകളും മുഖേന മെമ്പറാത്തുകളിൽ ഈ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. 2008 മാർച്ച് 23 ലജനകൾക്ക് സന്ദേശം നൽകിയിരുന്നു. അതായത് ജനുവരി 1 ലോകത്തുള്ള മുഴുവൻ അഹമ്മദികൾ മുസ്ലിം അലി ഇസ്ലാമിനെ വിശ്വസിക്കുന്നവർ അവർ പള്ളിയിൽ ഒത്തുകൂടുകയും മിഷൻ ഹൌസിൽ ഒത്തുകൂടുകയും നന്ദി എന്ന രേഖത്തിൽ നമസ്കാരം തഹജുദ് നമസ്കരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഈ വർഷം നമ്മുടെ പ്രിയപ്പെട്ട മഹദി മസീമദ് അലി ഇസ്ലാമിന് പ്രിയപ്പെട്ട ഖിലാഫത്ത് സംവിധാനം നൽകിയിട്ട് ഒരു 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എഴുതുന്നു, അള്ളാഹു അഹമ്മദിയത്തിന്റെ മാർഗത്തിൽ തടസ്സമായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദൂരീകരിക്കുമാറാകട്ടെ, എപ്പോഴും നമുക്ക് വിജയം കാണിക്കുമാറാകട്ടെ. ഏതൊരു വാഗ്ദാനമാണ് അവൻ ചെയ്തിരിക്കുന്നത്. മസീമദ് അലി ഇസ്ലാം ഈ ജമാഅത്തിന്റെ ഒരു അടിത്തറ പാകിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഒരു ശരീരമായി മാറണം. ഇതിനുവേണ്ടി നാം അഹമ്മദികൾ പരസ്പരമുള്ള ദുഃഖങ്ങൾ തിരിച്ചറിയണം. ആപത്തുകളിൽ ഓരോരുത്തരും ഒപ്പത്ത് നിൽക്കണം. ഓരോരുത്തർക്ക് വേണ്ടി ദുആ ചെയ്യണം, പരസ്പരം ദുആ ചെയ്യണം. അതുപോലെ ഏറെ സന്തോഷത്തിൽ മറ്റുള്ളവരും പങ്കെടുക്കണം. അതുപോലെ പ്രയാസത്തിലും മറ്റുള്ളവർ വേദനിക്കുകയും വേണം. നാം അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ ഒന്നാണ്. പിന്നെ എഴുതുന്നു, അവരുടെ സന്ദേശത്തിൽ പുതിയ അഹമ്മദികൾക്ക് നൽകിക്കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന പുതിയ അഹമ്മദികൾക്ക് വേണ്ടി അള്ളാഹു നമ്മുടെ മേൽ വലിയൊരു പ്രത്യേകമായിട്ട് അനുഗ്രഹം നൽകിയിരിക്കുന്നു. നമ്മൾ സൗഭാഗ്യരാണ്. നമുക്ക് ജമാഅത്തിന്റെ വിജയം നമ്മുടെ ജീവിതത്തിനെ കാണാൻ സാധിച്ചു. നമ്മുടെ മേൽ അള്ളാഹുവിന്റെ കൃപയാണ്. അവൻ നമ്മുടെ ജമാഅത്തിനെ ഇസ്ലാമിന്റെ പ്രചരിപ്പിക്കുന്നതിനും സേവനത്തിനും വേണ്ടിയും തെരഞ്ഞെടുത്തു. നമ്മൾ എല്ലാ ആഴ്ചയിലും കാലത്തിന്റെ ഖലീഫ ശബ്ദം കേൾക്കുന്നു.
അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഭൗതികവും ആത്മീയമായിട്ടുള്ള പുരോഗതി കരസ്ഥമാക്കുന്നു. പിന്നെ എഴുതുന്നു, അവർ ദുആ ചെയ്യുന്ന, അള്ളാഹുവെ ഇസ്ലാമിന്റെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ദൂരീകരിക്കണമേ, ഞങ്ങളുടെ വ്യക്തിത്വത്തിൽ ദീനിന്റെ ശരിയായിട്ടുള്ള രൂപം ഉണ്ടാക്കുന്നവരാക്കി തീർക്കണമേ, ഞങ്ങൾക്ക് അളവറ്റ ദീനിന്റെ സഹായികളെ നൽകണമേ. അതുപോലെ തന്നെ ലജനകൾക്ക് പ്രത്യേകമായ രീതിയിൽ അമേരിക്കയുടെ അവസ്ഥകൾ മുൻനിർത്തിക്കൊണ്ട് പുതുതായി ചെയ്ത ആഫ്രിക്കൻ അമേരിക്കൻ ആളുകൾക്ക് അവരെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ അവർ ചെയ്യുകയുണ്ടായി. അവരുടെ മകൻ ഉമർ ഷഹീദ് സാഹിബ് സദർ ജമാഅത്ത് പീസ്ബർഗ് എഴുതുന്നു, എന്റെ മാതാപിതാക്കൾ അഹമ്മദിയത്ത് ഖിലാഫത്ത് മുഖേന ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന സൈനികരായിരുന്നു. എന്റെ മാതാവ് തുടർച്ചയായിക്കൊണ്ട് താങ്കൾക്ക് കത്തെഴുതാറുണ്ടായിരുന്നു, അതെനിക്ക് കത്തെഴുതാറുണ്ട്. എന്നെയും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു, ഖലീഫയ്ക്ക് കത്തെഴുതുക എന്ന്. പിന്നെ പറയുന്നു, ദുആ ചെയ്യുക, ഞാനും എന്റെ മക്കളും മർഹൂമിന്റെ പാദത്തെ പിൻപറ്റുന്നവരായിത്തീരുന്നതിന് വേണ്ടി ദുആ ചെയ്താലും. പറയുന്നു, ജമാഅത്തിലെ ആളുകൾ എത്ര അധികമായി കൊണ്ട് എന്റെ മാതാവിന്റെ സംബന്ധിച്ചുള്ള വികാരങ്ങൾ പ്രകടിപ്പിച്ചു എന്നാൽ എനിക്ക് ഇതിനെക്കുറിച്ച് മുമ്പ് അറിവുണ്ടായിരുന്നില്ല. എത്രമാത്രം വിശാലമായ രീതിയിലാണ് ജമാഅത്തങ്ങൾ അവരോട് സ്നേഹവും അതുപോലെ തന്നെ വിശ്വാസം പുലർത്തിയിരുന്നത്. ഒരു അഹമ്മദി പ്രാദേശിക അമേരിക്കനാണ്, സിസ്റ്റർ ആലിയ അസീസ് ലാർട്ടോ, പറയുന്നു, ഇസ്ലാം അഹമ്മദിയത്ത് സ്വീകരിച്ചതിന് ശേഷം അവർ ഒരു അഹമ്മദി എന്ന നിലയിൽ ആലിയ ഷഹീദ് സാഹിബ ഒരു മാതൃകമായ ജീവിതമാണ് കാഴ്ചവെച്ചത്. അവർ സെക്രട്ടറി തൈലീമായിരുന്നപ്പോഴും, അതായത് തങ്ങളുടെ ഹൃദയം തൈലീമി ടെസ്റ്റിൽ ആരെങ്കിലും തോൽക്കുന്നത്, പരാജയപ്പെടുന്നവർ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു. പ്രായത്തിൽ അധികമായിരുന്നിട്ടും എന്നോട് ഒരു സുഹൃത്തു ബന്ധമാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം ഞാൻ കണ്ടിരുന്നത്, എപ്പോഴെങ്കിലും വിജ്ഞാനപ്രദമായ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം അഭിപ്രായമോ അവിടെ ഇവിടുന്ന് പറയുന്നതിന് പകരമായിക്കൊണ്ട് അവർ എപ്പോഴും ഇസ്ലാമിന്റെ അധ്യാപനം ഇതിനെ സംബന്ധിച്ച് ഉള്ളത് അത് പറയുന്നതാണ്. അള്ളാഹുവുമായി ഒരു ശക്തമായ ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് ആളുകൾ ഇവരിലേക്ക് പെട്ടെന്ന് അടുക്കുമായിരുന്നു. പിന്നീട് സിസ്റ്റർ ജമീല ഹാമിദ് മുനീർ സാഹിബിന്റെ ഭാര്യയാണ്. ഇവരും പ്രാദേശിക അമേരിക്കൻ അഹമ്മദിയാണ്. പറയുന്നു, അവരെപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു, എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എന്റെ മാതാവ് വഫാത്തായപ്പോൾ അവർ സ്നേഹം നിറഞ്ഞ ഒരു എഴുത്തെനിക്ക് നൽകിയുണ്ടായി. അതിൽ എനിക്ക് മരണത്തിന്റെ ഫിലോസഫി മനസ്സിലാക്കാൻ സാധിച്ചു. മലക്കുകൾ പോലെയുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. എപ്പോഴെങ്കിലും സഹായത്തിന്റെയോ ഉപദേശത്തിന്റെയോ ആവശ്യം നേരിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഫോൺ കോളിന്റെ ദൂരത്ത് അവരെ ലഭിക്കുമായിരുന്നു. എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു, ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് ജമാഅത്തിനെ സേവിക്കുക എന്നുള്ളതാണ്. കാലത്തിന്റെ ഖലീഫയുമായി സ്നേഹം വെച്ച് പുലർത്തുക, അത് ഈ കാലഘട്ടത്തിലെ അള്ളാഹുവിന്റെ പാശമാകുന്നു. തീർച്ചയായും പൂർണ്ണമായ വിശ്വാസം, അള്ളാഹുവുമായി അഗാധമായിട്ടുള്ള സ്നേഹബന്ധം, എപ്പോഴും അതിലെനിക്ക് അസൂയ തോന്നുമായിരുന്നു. ഒരിക്കൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്നുണ്ടോ? ഉടനെ അവർ പറയുകയുണ്ടായി, എന്റെ പ്രിയതമന്റെ അടുത്തേക്ക് പോകുന്നതിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മുസ്ലിം അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം സംബന്ധിച്ചും അഗാധമായിട്ട് അറിവുണ്ടായിരുന്നു. തങ്ങളുടെ ആയുസ് മുഴുവനും ഇക്കാര്യം ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. ഒരു പ്രാദേശിക അമേരിക്കൻ അഹമ്മദി ഡോക്ടർ റഷീദ അഹമ്മദ് അവർ പറയുന്നു, അവർ സ്വയം ഇസ്ലാമിക അധ്യാപനം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് വളരെ നിർബന്ധം കാണിച്ചിരുന്നു. എന്നാൽ മറ്റുള്ളവരെ വളരെ സ്നേഹത്തോടെ ഉപദേശിച്ചിരുന്നു. അവരുടെ അനക്കമടക്കങ്ങളിൽ അള്ളാഹുവിനുള്ള സ്നേഹം തുളുമ്പുമായിരുന്നു. പറയുന്നു, എനിക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അവരുടെ വീട്ടിൽ താമസിക്കാനുള്ള അവസരം ലഭിച്ചു. അവരോടൊപ്പം നമസ്കരിച്ചിരുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. അതിനുശേഷം ഖുലഫായിൽ നിന്ന് വന്നിട്ടുള്ള കത്തുകൾ വളരെ സ്നേഹത്തോടുകൂടിയും ആവേശത്തോടുകൂടിയും കാണിച്ചിരുന്നു. ഖിലാഫത്തിനുള്ള അവരുടെ സ്നേഹം എപ്രകാരം എന്നാൽ അവർ എഴുതിയിരിക്കുന്ന പദ്യങ്ങളും പ്രഭാഷണവും കേൾക്കുമ്പോൾ മനസ്സിലാവും. അവർ കവിതകളും എഴുതിയിരുന്നു. പറയുന്നു, വളരെ വലിയ ക്ഷമ കാണിച്ചിരുന്നു. എല്ലാ മാസവും അവരെ ഫോൺ ചെയ്തിരുന്നു, അവരുടെ അവസ്ഥകൾ ചോദിച്ചിരുന്നു. അപ്പോൾ മോശപ്പെട്ട അവസ്ഥയായിരുന്നിട്ടും അവർ ഒരിക്കലും തന്നെ പരാതിപ്പെടുമായിരുന്നില്ല. എപ്പോഴും അവർ അള്ളാഹുവിന്റെ ഔദാര്യത്തെക്കുറിച്ച് പറയുകയും നന്ദി കാണിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രാദേശിക അമേരിക്കൻ അഹമ്മദിയാണ്, സിസ്റ്റർ അസീസ അൽഹാജ് റഷീദ് സാഹിബിന്റെ ഭാര്യയാണ്. അവർ പറയുന്നു, സിസ്റ്റർ ആലിയ ഷഹീദ് സാഹിബ സ്നേഹമാണ് എല്ലാവരോടും, വെറുപ്പില്ല ആരോടും എന്നതിന്റെ ഭൗതികമായ രൂപമായിരുന്നു. മറ്റൊരു പട്ടണത്തിലാണ് താമസിച്ചിരുന്നത്. എന്നിരുന്നാലും എന്റെ മാതാവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്റെ മാതാവിന്റെ വഫാത്തിന് ശേഷവും അവർക്ക് ഈ ബന്ധം അവസാനിപ്പിച്ചിരുന്നില്ല, മറിച്ച് എന്നോടും അത്തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് മനസ്സിലാകുമായിരുന്നു
എപ്പോഴാണ് എന്നിൽ അലസത ഉണ്ടാകുന്നത്, ഉടൻ ഷാഹിദ് അലിയ സാഹിബ് എനിക്ക് കത്ത് എഴുതി എന്റെ ഈമാൻ വർദ്ധിപ്പിക്കുമായിരുന്നു. പിന്നെ ഒരു ലജന മെമ്പർ എഴുതുന്നു, ഖുല്ലത്ത് സാഹിബ 1949 ഞാൻ ആദ്യമായി അമേരിക്കയിൽ വരുന്നത്. അപ്പോഴാണ് ആലിയ സാഹിബെ സംബന്ധിച്ച് എനിക്ക് അറിവുണ്ടാകുന്നത്. ആ സമയത്ത് എന്റെ വയസ്സ് 8 വയസ്സ് പ്രായമായിരുന്നു. ആദ്യമായി അവരെ കണ്ടപ്പോൾ തന്നെ എല്ലാവരെയും സ്നേഹിക്കുകയും മറ്റുള്ളവരിൽ നല്ലൊരു സ്വാധീനമുണ്ടാക്കുന്ന വ്യക്തിത്വത്തിനുടമയുമായിരുന്നു. ഖിലാഫത്തിനോട് വളരെ അഗാധമായതും സമ്പൂർണമായ ഒരു ബന്ധമുണ്ടായിരുന്നു. എപ്പോഴും ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെയോടൊപ്പം ചെയ്യാറുള്ള എഴുത്തുകുത്തുകളെ സംബന്ധിച്ച് പറയുമായിരുന്നു, ലജനായിമല്ല അമേരിക്ക ഒരിക്കലും അവരുടെ സേവനങ്ങളെ വിസ്മരിക്കുകയില്ല. ഒരു പ്രത്യേകമായിട്ടുള്ള ആത്മീയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. 100 വയസ്സ് പ്രായമുണ്ടായിരുന്നു. എന്നിരുന്നാലും ജലസയിൽ പങ്കെടുക്കുന്നതിൽ വളരെ കൃത്യത കാണിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും ഇതൊരു മാതൃകയാണ്. അള്ളാഹു ഇവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവരുടെ പരമ്പരയിൽ ദീനീ സേവന കാര്യത്തിൽ അവരിലുണ്ടായിരുന്ന ആത്മാവും ആവേശമുണ്ടാക്കുമാറാകട്ടെ. ഏതൊന്നാണ് അവരുടെ മകൻ വെളിപ്പെടുത്തിയത്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.